ഹായ് ഓൾ. ഇന്നത്തെ എൻ്റെ വീഡിയോ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഉപകാരപ്പെട്ട കുറച്ച് പ്രൊഡക്റ്റാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ യൂസ് ചെയ്തതിൽ മസ്റ്റ് ഹാവ് എന്ന് എനിക്ക് തോന്നിയ കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ആദ്യമേ തന്നെ പറയട്ടെ, പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് സാധനങ്ങൾ വാരി വലിച്ച് വാങ്ങിക്കേണ്ട കാര്യമില്ല. നമുക്ക് അത്യാവശ്യമെന്ന് തോന്നുന്നത് മാത്രം വാങ്ങിക്കുക. കാരണം പലതും ആ ഒരു കുറച്ച് പീരീഡിലേക്ക് മാത്രമാണ് യൂസ്ഫുൾ ആകുന്നത്. സോ അത് നോട്ട് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതിനനുസരിച്ച് പ്രൊഡക്ട്സ് സെലക്ട് ചെയ്ത് വാങ്ങിക്കുക. മാക്സിമം സ്പെൻഡിങ് കുറയ്ക്കാൻ നോക്കുക പ്രഗ്നൻസി ടൈമിൽ. കാരണം ആഫ്റ്റർ ഡെലിവറി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അത് നോട്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം. ഞാൻ മോസ്റ്റ്ലി ഓൺലൈൻ ത്രൂ ആണ് എല്ലാ സാധനങ്ങളും വാങ്ങിയത്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ മെറ്റേണിറ്റി വിയേഴ്സ് ആണ്. എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയൊരു കാര്യമാണ് മെറ്റേണിറ്റി വിയേഴ്സ്. അത് പ്രഗ്നൻസി ടൈമിലായാലും ഹോസ്പിറ്റലിലായാലും ഫീഡിങ് ടൈമിലായാലും എല്ലാം എനിക്ക് മെറ്റേണിറ്റി വിയേഴ്സ് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. നമുക്ക് ആദ്യമേ മുതൽ തന്നെ മെറ്റേണിറ്റി വിയേഴ്സ് യൂസ് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് പ്രഗ്നൻസി ടൈമിലും ആഫ്റ്റർ ഡെലിവറി ഒരു 2 ഇയേഴ്സ് നമുക്ക് ഫീഡ് ചെയ്യണം. അപ്പോഴും എല്ലാം നമുക്ക് അത് വളരെ യൂസ്ഫുള്ളാണ്. ആൻഡ് സെക്കൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പ്രഗ്നൻസി പില്ലോയാണ്. എനിക്ക് ട്വിൻസാണ്. സോ അതുകൊണ്ട് തന്നെ ആദ്യം മുതലേ നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. സോ 3 മന്ത് ആയപ്പോൾ തന്നെ കിടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. സോ ഞാനൊരു പ്രഗ്നൻസി പില്ലോ 3 മന്ത്സ് കഴിഞ്ഞപ്പോൾ തന്നെ വാങ്ങി. ബാക്കിലും ഫ്രണ്ടിലും നല്ലൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് യൂസ്ഫുൾ ആയിരുന്നു. നിങ്ങൾക്ക് പ്രഗ്നൻസി പില്ലോ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സാധാ പില്ലോസ് വെച്ചിട്ട് വേണമെങ്കിൽ സപ്പോർട്ട് കൊടുക്കാം. ബട്ട് കുറച്ചുകൂടി നല്ലത് പ്രഗ്നൻസി പില്ലോയാണ്. ഞാനതാണ് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഞാൻ രണ്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തൊരു പ്രൊഡക്റ്റാണ് മെറ്റേണിറ്റി ലെഗിൻസ്. നമുക്ക് വയറ് വലുതാകുന്നതിനനുസരിച്ച് സാധാ ലെഗിൻസോ ജീൻസോ പാൻറ്റോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അതിനനുസരിച്ച് നമ്മൾ മെറ്റേണിറ്റി ലെഗിൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഞാൻ ആമസോൺ വഴിയാണ് വാങ്ങിയത്. ഒരു 3-4 ലെഗിൻസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബേസിക് കളേഴ്സ് അത്യാവശ്യം എന്ന് തോന്നിയത് ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ് അങ്ങനത്തെ കുറച്ച് കളേഴ്സാണ് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പോകുന്ന രീതിയിൽ. അപ്പോൾ അതായിരുന്നു മാറി മാറി യൂസ് ചെയ്തത്. ആൻഡ് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രെച്ച് മാർക്ക് ക്രീംസ് ആണ്. ഞാനൊരു 3 മന്ത് മുതൽ തന്നെ സ്ട്രെച്ച് മാർക്ക് ക്രീം യൂസ് ചെയ്യുമായിരുന്നു. ഒരു ആഫ്റ്റർ ബാത്ത് വെറ്റായിട്ടുള്ള സ്കിന്നിൽ അത് യൂസ് ചെയ്യുമായിരുന്നു. ഒരു കൊക്കോ ബട്ടറിൻ്റെ ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്ന സ്ട്രെച്ച് മാർക്ക് ക്രീംസ്. അതേപോലെ തന്നെ ഒരു 5th മന്ത് മുതൽ തന്നെ ഞാൻ ധന്വന്തരം കുഴമ്പും നാൽപ്പാമരാതി ഓയിലും വെച്ചിട്ട് വീക്ക്ലി 3 ഡേയ്സ് ഞാൻ കുളിക്കുമായിരുന്നു. എനിക്ക് സ്ട്രെച്ച് മാർക്സ് ഒട്ടും തന്നെ ഇപ്പോൾ ഇല്ല. അതേപോലെ തന്നെ നന്നായിട്ട് വെള്ളവും കുടിക്കണം. നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ നോക്കണം. സോ ഇതൊക്കെയാണ് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് മസ്റ്റ് ഹാവ് എന്ന് തോന്നിയത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.